എഫ് സി ഗോവ അങ്ങനെ അവരുടെ സീസണിലെ ആദ്യത്തെ ജയവും ആദ്യത്തെ ക്ലീൻ ഷീറ്റും സ്വന്തമാക്കിയിരിക്കുകയാണ്. ഗോവയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിസൾട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം അത് ഒപ്പോസിഷന്റെ ഒരു മഹാത്മ്യം കൊണ്ടൊന്നും അല്ല, അവരുടെ തന്നെ ആദ്യത്തെ മത്സരത്തിലെ പെർഫോമൻസ് ഗോവ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കുറവായിരുന്നു. ഇന്റർ കാശി ശരിക്കും അവരെ ആ മത്സരത്തിൽ കുഴപ്പിച്ചു. വേറൊരു ദിവസം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗോവയ്ക്ക് അതിൽ നിന്ന് ഒരു പോയിന്റ് പോലും ലഭിക്കില്ലായിരുന്നു. അമ്മാതിരി ഒരു സിറ്റുവേഷൻ ആണ് അവർ ആ കളിയിൽ ഫേസ് ചെയ്തത്. എന്തായാലും അതൊക്കെ പിന്നിലാക്കി അവർ ഈ മത്സരത്തിൽ 3 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് അവർ ഈ പെർഫോമൻസിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. 2 ഗോളുകൾ അടിച്ച് ഒരു ഗോള് പോലും വഴങ്ങാണ്ട് അവർ എവേ മത്സരത്തിൽ ജയിച്ചിട്ടും എന്തുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആവാണ്ടിരിക്കും എന്ന് നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒട്ടും വൈകാതെ ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ പഠിച്ച 3 കാര്യങ്ങൾ ദേ ഇതാ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിവിടെ എഫ് സി ഗോവനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഏഷ്യൻ ഫുട്ബോളിൽ തന്നെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് പോയിട്ട് ഏറ്റവും മികച്ച പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്ത ക്ലബ്ബാണ് ഗോവ. ആൻഡ് അവരുടെ സ്ക്വാഡ് അത്രയും ഇൻക്രെഡിബിൾ ആണ്. ഈ ഒരു മത്സരത്തിൽ മുഹമ്മദിന്റെ ക്വാളിറ്റി നമുക്കറിയാം. അങ്ങനെ ഒരു ഒപ്പോസിഷനെതിരെ ഇത്രയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടും വെറും 2 ഗോളുകൾ മാത്രമേ അവർക്ക് അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. ഇത് ഞാനൊരു കുറ്റമായിട്ട് പറയുന്നതല്ല, കാരണം ഗോവ എന്ന ക്ലബ്ബ് സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് അതാണ്. മനോളോ മാർക്കസ് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. ഇന്റർ കാശിക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിലെ പെർഫോമൻസിന് ശേഷം പുള്ളി പറഞ്ഞത് നമ്മൾ കേട്ടല്ലേ, ഫസ്റ്റ് ഹാഫിൽ 11 പേരെയും മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ മാറ്റിയേനെ, അത്രയ്ക്ക് ഡിസപ്പോയിന്റഡ് ആയിരുന്നു പുള്ളി എന്നാണ് പുള്ളി പറഞ്ഞത്. ഈ ഒരു മത്സരത്തിലും നമ്മൾ മനോളോനെ സൈഡ് ലൈനിൽ കാണുന്നുണ്ടായിരുന്നു. ഗോവ ഓരോ ചാൻസ് മിസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ പാസും കണക്ട് ചെയ്യാത്തപ്പോഴും പുള്ളിയുടെ ഡിസപ്പോയിന്റ്മെന്റ് പുള്ളിയുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നല്ല പറയണ്ടേ, ശരിക്കും പുള്ളി അത് വളരെയധികം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അതിലൊരു തെറ്റുമില്ല, കാരണം മനോളോ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള കോച്ചാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഹൈദരാബാദിലും ഗോവയിലും ഒക്കെ സക്സസ് കണ്ടെത്തിയിട്ടുള്ളത്. ഗോവയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം അവരുടെ ഗോൾ ഡിഫറൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള വലിയൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മുഹമ്മദിൻ നമുക്കറിയാം അത്ര വലിയൊരു സ്ട്രോങ് ഒപ്പോസിഷൻ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഈ വലിയ ടീമുകളൊക്കെ ആ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, ഗോവ, മുംബൈ സിറ്റി അങ്ങനെ ടൈറ്റിലിന് പുഷ് ചെയ്യാൻ സാധ്യതയുള്ള ടീമുകളൊക്കെ മുഹമ്മദിന്റെ ഈ ഫിക്സ്ചർ നോക്കി കാണുന്നത് അവർക്കെതിരെ നമുക്ക് എത്ര ഗോളുകൾ അടിച്ച് നമ്മുടെ ഗോൾ ഡിഫറൻസ് സ്ട്രെങ്തൻ ചെയ്യാം. കാരണം 13 മത്സരങ്ങളേ ഉള്ളൂ, എല്ലാ ടീമിനെയും ഒരു പ്രാവശ്യമാണ് നമ്മൾ ഫേസ് ചെയ്യുള്ളൂ. അപ്പൊ മാക്സിമം വീക്കർ ഒപ്പോസിഷനെ മാക്സിമം ഗോളുകൾ അടിച്ച് നമ്മൾ തോൽപ്പിച്ചാലേ നമുക്ക് ടേബിളിൽ അതൊരു ഡിഫറൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗോവയ്ക്ക് 2 ഗോളുകൾ മാത്രമേ ഈ മത്സരത്തിൽ അടിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് അവർക്കൊരു നിരാശയായിരിക്കും. എസ്പെഷ്യലി പോൾ മൊറേനോ അത്രയും ഏർലി ഒരു ലീഡ് നൽകിയിട്ട് അത്രയും ചാൻസസ് ക്രിയേറ്റ് ചെയ്ത ഒരു മത്സരം. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മിനിമം 4-5 ഗോളെങ്കിലും അടിക്കാനുള്ള ചാൻസുകൾ ഗോവ ക്രിയേറ്റ് ചെയ്തു. ബ്രൈസൺ പോസ്റ്റിൽ അടിച്ചു, നെമില് ഒരു ക്ലിയർ ചാൻസ്, ഉദാന്തയുടെ കട്ട് ബാക്കിലുള്ള ഒരു ക്ലിയർ ചാൻസ് മിസ് ചെയ്തു, ഉദാന്തയും ഒരു ചാൻസ് മിസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ, 3-4 ഗോളും കൂടെ എന്തായാലും അടിക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ജയം, ഈ 3 പോയിന്റ് കിട്ടിയെങ്കിലും എവിടേക്കോ ഗോവയ്ക്ക് അവരുടെ ആ ഒരു വേസ്റ്റ്ഫുൾ നേച്ചർ കുറച്ചൊന്ന് ഡിസപ്പോയിന്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇനി മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. നമുക്കറിയാം ആ ട്രാൻസ്ഫർ ബാൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ ഫോറിൻ താരങ്ങളെ ഒന്നും ടീമിലേക്ക് കൊണ്ടുവരാനായില്ല. കോച്ചായ മെഹറാജുദ്ദീൻ വാഡുവിന് ഒരു ഓൾ ഇന്ത്യൻ സ്ക്വാഡ് വെച്ചാണ് ഈ സീസൺ വർക്ക് ചെയ്യേണ്ടത്. അതിന്റെ ഒരു ചാലഞ്ച് നമ്മൾ ആരും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇത്രയും ക്വാളിറ്റി കൂടിയ ISL ടീമുകൾക്കെതിരെ ഒരു ഓൾ ഇന്ത്യൻ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ക്വാഡ് വെച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. ആൻഡ് അങ്ങനെ ഒരു ഫാക്ടർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് ഏർലി സീസൺ റെലഗേഷൻ ഫേവറേറ്റ്സ്. ഓബിയസ്ലി ഒഡീഷ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. അടുത്ത ആഴ്ച അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും. എൻ്റെ ഒരു പ്രീ സീസൺ റെലഗേഷൻ കാൻഡിഡേറ്റ്സിൽ ഈ 2 ക്ലബ്ബുകളെയാണ് മത്സരങ്ങൾക്ക് മുമ്പ് ഞാൻ വിലയിരുത്തിയിരുന്നത്, മുഹമ്മദൻ സ്പോർട്ടിങ്ങും ഒഡീഷയും. ആൻഡ് ഇതിലിപ്പോൾ ക്ലിയർ ആയിട്ട് മുഹമ്മദൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അവർക്ക് ഇത് ഭയങ്കര ഡിഫിക്കൾട്ട് ചാലഞ്ച് ആയിരിക്കും എന്നുള്ളത്. കാരണം വെറുതെ ഓൾ ഇന്ത്യൻ സ്ക്വാഡ് വെച്ച് കളിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഒരു കോമ്പിനേഷൻ ഓഫ് കാര്യങ്ങളാണ് ആക്ച്വലി അവരെ മറ്റേത് ടീമിനേക്കാളും റെലഗേഷൻ ഫേവറേറ്റ്സ് ആക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് അവരെടുക്കുന്ന തീരുമാനങ്ങളാണ്. ബോൾ കയ്യിലുള്ളപ്പോൾ അവരുടെ ഡിസിഷൻ മേക്കിംഗ് വളരെയധികം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ 2 മത്സരത്തിലും, ജംഷഡ്പൂരിനെതിരെയും അതുപോലെ തന്നെ ഈ ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിലും ആ ഓപ്പണിംഗ് ഗോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. അത് വരുന്ന ആ കോർണറിന് മുന്നോടിയായിട്ട് ശരിക്കും അവിടെ ആ ബോൾ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവരത് വെറുതെ അവിടെ ഇട്ട് കളിച്ച് പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ആ കോർണർ കൺസീഡ് ചെയ്യുന്നത്. ആ കോർണറിൽ നിന്നും പോൾ മൊറേനോനെ ആരും മാർക്ക് ചെയ്തില്ല, വെറുതെ ഫ്രീ ഹെഡർ. പുള്ളിക്ക് ആക്ച്വലി ആ ചാട്ടത്തിന്റെ ടൈമിങ് കറക്റ്റ് ആക്കുക,
ബോളിൽ കണക്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു ടാസ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് ആയിട്ട് ആ ബോൾ വലയിലും എത്തി. പിന്നെ കളി മുന്നോട്ട് പോയപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ അവർ കാണിച്ചു. അത് ജംഷഡ്പൂരിനെതിരെ ആ മത്സരത്തിലും അവർ കാണിച്ചു. പക്ഷെ ഈ 2 മത്സരങ്ങളിലും അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഫൈനൽ തേർഡിൽ എടുക്കുന്ന അവസാനത്തെ തീരുമാനം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ജംഷഡ്പൂരിനെതിരെ അഡിസൺ എന്ന് പറഞ്ഞ പ്ലെയർ ആയിരുന്നു തോന്നുന്നു സൈഡ് നെറ്റിങ്ങിൽ അടിക്കുന്ന ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അവർ ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ കളി ഇമ്പ്രൂവ് ആയപ്പോഴത്തേക്കും. ഈ മത്സരത്തിലും കളിയുടെ അവസാനം ആയപ്പോഴത്തേക്കും കുറച്ച് ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തു. അതിൽ മക്കാൻ വിങ്കിൾ ചോത്തയുടെ ആ ചാൻസ് ഇല്ലേ, അത് ശരിക്കും ടാർഗറ്റിൽ അടിക്കേണ്ട ഒരു ചാൻസ് ആണത്. ആ 6 യാർഡ് ബോക്സിൽ അത്രയും ഗോൾ കീപ്പർ ഒരു സേവ് ചെയ്തിട്ട് പിന്നെ എണീക്കുന്ന സമയത്താണ് ചോത്തയുടെ കയ്യിൽ ആ ബോൾ വരുന്നത്. അത് കറക്റ്റ് ടാർഗറ്റിൽ അടിക്കണം, അത് അടിച്ചു പക്ഷെ മോളിൽ കൂടെ കളഞ്ഞു. ആ ഒരു ചാൻസ് മിസ്സായി. അങ്ങനത്തെ മോമെന്റുകളില്ലേ, ആ മോമെന്റുകളൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം. കാരണം ഇങ്ങനെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ബാക്കി ടീംസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞൊരു ടീമാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെ വീണ് കിട്ടുന്ന ചാൻസസ് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചാൻസുകൾ കൺവേർട്ട് ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും മത്സരങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവും. അത് തന്നെയാണ് നമ്മളിത് കണ്ടത്. മേ ബി ഒരു ഗോളോ 2 ഗോളൊക്കെ അടിക്കാനുള്ളൊരു ചാൻസ്, ഒരു ഗോള് അടിക്കാനുള്ള ചാൻസ് ക്ലിയർ കട്ട് ഈ ചാൻസ് ഇതിലുണ്ടായിരുന്നു. പിന്നെ മേ ബി 2-3 ഹാഫ് ചാൻസസ് മുഹമ്മദിന് ഉണ്ടായിരുന്നു. താൻകീമയൊക്കെ ഇറങ്ങി കുറച്ച് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കി മുഹമ്മദിന് വേണ്ടി. അങ്ങനത്തെ ഹാഫ് ചാൻസസും കൂടെ കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഗോവനെ ഒന്ന് വിറപ്പിക്കായിരുന്നു, ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വർക്കെങ്കിലും ചെയ്യിപ്പിക്കായിരുന്നു. അവരൊന്ന് വേർത്തേനെ ഗോവ. ആ 3 പോയിന്റ് എടുത്തെങ്കിലും അവർക്ക് ഒന്ന് ടെൻഷൻ അടിക്കേണ്ടി വന്നേനെ. പക്ഷെ അത് ഈ ടീമിൽ നിന്ന് വന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിക്കും ഇങ്ങനത്തെ ഒരു ടീം, ഇങ്ങനെ ചാൻസസ് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത, ഇങ്ങനെ ബോളിൽ ഡിസിഷൻസ് നല്ലോണം മേക്ക് ചെയ്യാൻ പറ്റാത്ത, ക്വാളിറ്റി അല്പം കുറഞ്ഞ ഒരു ടീം എങ്ങനെ റെലഗേഷൻ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഒരു ഐ ലീഗ് ലെവലിലുള്ള ക്വാളിറ്റിയിലാണ് ഇപ്പം മുഹമ്മദിൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇമ്പ്രൂവ് ആവണം, ഇമ്പ്രൂവ് ആവും എന്നൊക്കെയാണ് അവരുടെയും പ്രതീക്ഷ. കാരണം ഒരിക്കലും ഒരു ഈസി ചാലഞ്ച് അല്ല. ഞാനിത് അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല. ബാക്കിയുള്ള ടീമുകളെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പാടാണ്. കാരണം അതിനുള്ള റിസോഴ്സുകൾ അവർക്കില്ല. ഒരു അമർജീത്തും ഒരു റംസാങ്കെ അല്ലാണ്ട് ആ ഒരു ക്വാളിറ്റിയിലേക്കുള്ള വേറൊരു പ്ലെയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൗരവ് ബോറ ഉണ്ട്. ഗൗരവ് ബോറ ഉള്ളതിൽ വെച്ച് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണെന്ന് പറയാം. പക്ഷെ എന്നിരുന്നാലും ഗൗരവ് ബോറയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നു. ആ ബ്രൈസൺ ആദ്യം അത് ഗോളായില്ല, പക്ഷെ ബ്രൈസൺ ആ ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് ഒരു റണ്ണ് മേക്ക് ചെയ്ത് പാസ് കൊടുത്തപ്പോഴത്തേക്ക് അത് കുറച്ച് നെമിലിന്റെ ബാക്കിലായി പോയി. പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് ഒന്നും ഒരു സെൻട്രൽ ബാക്ക്, ക്യാപ്റ്റന്റെ ആംബാൻഡ് ധരിച്ച ഒരു സെൻട്രൽ ബാക്കിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. അങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ ഗൗരവ് ബോറയിൽ നിന്ന് വന്നു. അപ്പൊ അവർക്ക് എവിടെ നിന്നാണ് ഈ ഒരു റെലഗേഷൻ ബാറ്റിൽ സർവൈവ് ചെയ്യാനുള്ള ഒരു ഊർജം എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇപ്പോഴും കളിച്ച 2 മത്സരങ്ങളും തോറ്റു. ആ ഒരു സ്ഥിതിക്ക് ആ ടീമിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങളൊരു ഇത്തിരി ടെൻഷൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. FC ഗോവയുടെ ബെഞ്ചിൽ ഇന്ത്യൻ ഫുട്ബോളിൽ പ്രൂവൺ ആയ 2 സ്ട്രൈക്കർമാരുണ്ടായിട്ടും എന്തുകൊണ്ട് മുഹമ്മദ് നെമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. നെമിൽ ഒരുപാട് ചാൻസസ് മിസ് ചെയ്തു, അതൊക്കെ എനിക്കറിയാം. ഒരു ക്ലിയർ ഗോൾ, ആ ഉദാന്തയുടെ കട്ട് ബാക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ചാൻസ് എന്തായാലും കൺവേർട്ട് ചെയ്യണമായിരുന്നു. കാരണം അത്രയ്ക്കൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് ടച്ചസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് മൂവ്മെന്റും കുറച്ച് പാസുകളൊക്കെ വീക്കായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നെമിലിന്റെ ഗെയിമിൽ ഇന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യ മത്സരത്തിൽ ആ പെനാൽറ്റി വിൻ ചെയ്തത് നെമിലാണ്. ഈ മത്സരത്തിലും ആ 2ാമത്തെ ഗോൾ വന്ന പെനാൽറ്റിക്കുള്ള ആ പാസ് ഒരു ഹൈ ക്വാളിറ്റി പാസ്സാണ്. അത് നൽകിയത് നെമിലാണ്. ആ ഒരു പാസ് നൽകിയ ആ ഒരു ഇൻസ്റ്റൻസിൽ നെമിൽ കളിച്ച ആ ഒരു ക്വാളിറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഡാനിയൽ ലാലിംബുവയ്ക്കും ഇഷാൻ പണ്ഡിതയ്ക്കും മുന്നിൽ നെമിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. കാരണം കുറച്ചൊന്ന് ഡീപ്പായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ആ വിങ്ങേഴ്സിനെ കളിയിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെ. ഉദാന്ത ആ റണ്ണ് മേക്ക് ചെയ്യുമ്പോൾ ഉദാന്തനെ അവിടെ സപ്ലൈ ചെയ്യാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ ബ്രൈസൺ ആണെങ്കിലും ഡ്രാസിച്ച് ആയാലും എല്ലാവർക്കും ഇൻസൈഡിലോട്ട് വരാനുള്ള ഒരു ഭയങ്കര ടെൻഡൻസി ഉണ്ട്. അതാണ് അവരുടെ ഒരു സ്ട്രെങ്ത്. ഗോ എപ്പോഴും അങ്ങനെയാണ് കളിക്കുന്ന ഒരു ടീം വെച്ചിട്ട്. അവരുടെ വിങ്ങേഴ്സ് എപ്പോഴും അകത്തോട്ട് വന്ന് ഒരു ബോക്സിൽ ഒരു ഓവർലോഡ് സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട്. ആ ഒരു രീതിയിൽ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് കളിക്കാൻ നെമിൽ ഭയങ്കര എഫിഷ്യന്റ് ആയിരുന്നു. നെമിലിന്റെ മൂവ്മെന്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും. ഈവൻ ഉദാന്തയ്ക്ക് ഒരു ക്രോസ് നൽകിയെന്ന് എനിക്ക് തോന്നുന്നു. ആ ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയിട്ട് അവിടെ നിന്ന് ഒരു ക്രോസ് നൽകി, അതും ഉദാന്തയ്ക്ക് പക്ഷെ കൺവേർട്ട് ചെയ്യാനായില്ല. ആ ഒരു ക്വാളിറ്റി ആയിരിക്കാം ഒരുപക്ഷെ മനോളോ നെവിലിനെ ട്രസ്റ്റ് ചെയ്യാനുള്ള കാരണം. അങ്ങനെ ഒരു ഫിക്സ്ഡ് റോൾ അല്ല, ഒരു പ്രോപ്പർ നമ്പർ 9 അല്ലെങ്കിൽ ഒരു സെന്റർ ഫോർവേഡ് ഒരു ബാക്ക് ടു ഗോൾ കളിക്കുന്ന പോലത്തെ ഒരു റോൾ അല്ല. കുറച്ചൊന്ന് ഫ്ലോട്ട് ചെയ്ത് ആ ഒരു ഫൈനൽ തേർഡിൽ പല സ്പേസുകൾ പിക്കപ്പ് ചെയ്ത് ബാക്കിയുള്ള പ്ലെയേഴ്സിനെ ഇതിലേക്ക് കൊണ്ടുവരിക, ബാക്കിയുള്ള വിങ്ങേഴ്സിന് ഓപ്പറേറ്റ് ചെയ്യാൻ, ഇൻസൈഡിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുക. അതായിരിക്കാം ഒരുപക്ഷെ നെവിലിന്റെ ഈ ടീമിലെ റോള്.
ആൻഡ് ഒരു പരിധി വരെ ആ റോള് വളരെ ഭംഗിയായിട്ട് തന്നെ 2 മത്സരങ്ങളിലും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഒരു ഫോർവേഡിനെ സംബന്ധിച്ചിടത്തോളം ഗോളുകൾ അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണല്ലേ. അങ്ങനത്തെ ഒരു പ്ലെയറിന് കോൺഫിഡൻസ് വരണമെങ്കിൽ ഗോളുകൾ തന്നെ കൺവേർട്ട് ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ ചാൻസസ് മിസ് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി അത് ആ പ്ലെയറിന്റെ കോൺഫിഡൻസിനെ ബാധിക്കും. അത് ഏത് പ്ലെയർ ആണെങ്കിലും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നെമിൽ എത്രയും പെട്ടെന്ന് ഒരു ഗോൾ കണ്ടെത്തട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്കറിയാം ഒരു മലയാളി പ്ലെയർ ആണ്. അങ്ങനെ ഒരു റോളിൽ, ഒരു സെൻട്രൽ ഫോർവേഡ് റോളിൽ ഒരു കോച്ച് ആ പ്ലെയറിനെ ഇങ്ങനത്തെ ഒരു ടോപ്പ് ടീമിൽ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്ലെയർ ജയിച്ച് കാണണമെന്ന് ഒരു ആഗ്രഹം എന്തായാലും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും അല്ലേ. ഈ സീസണിലെ 13 മത്സരങ്ങളിൽ നെമിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ മനോളോ ഒന്ന് സ്വിച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലാലിംപൂയും പണ്ഡിതയൊക്കെ ഈ ലൈനപ്പിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് ആ ഒരു സ്പോട്ട് നെമിൽ സീൽ ചെയ്ത മട്ടാണ്. കാരണം ഈ ഒരു മത്സരത്തിലും 60-ാം മിനിറ്റിൽ വിഡ്രോ ചെയ്തു. മേ ബി അടുത്ത കളിയിൽ ഫ്രഷ് ആക്കി വെക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. പിന്നീട് വന്ന ലാലിംപൂയൊക്കെ ആണെങ്കിലും അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനും കഴിഞ്ഞില്ല. അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് ആ ഒരു സ്പോട്ട് സീൽഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒൺലി തിങ് മിസ്സിംഗ് ഇസ് ഗോൾസ്. ആ ഗോളും കൂടെ വരികയാണെങ്കിൽ, ഒരു ഗോൾ ഇന്ന് നെമിൽ കണ്ടെത്തുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അടുത്തൊരു 2-3 കളികളിലേക്ക് ആ ഒരു സ്പോട്ട് നെമിൽ സീൽ ചെയ്തേനെ. ആ ഗോൾ വന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു നെഗറ്റീവ്. എന്തായാലും യങ് പ്ലെയർ ആണ്, സമയം കൊടുക്കാം. ആ ഒരു ട്രസ്റ്റ് ഈ കോച്ച്, മനോളോനെ പോലത്തെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു കോച്ച്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോച്ച് ഈ പ്ലെയറിനെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ ക്രെഡിറ്റ് ആണ്. കാരണം ഗോവയ്ക്ക് വേണമെങ്കിൽ അവിടെ ലാലിംപൂയ്ക്കാണെങ്കിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. ഇഷാൻ പണ്ഡിതയ്ക്ക് ഓബ്വിയസ്ലി ഈ ടീമിലും ഈ ISL-ലും ഇന്ത്യൻ ഫുട്ബോളിലും ഒക്കെ കളിച്ച് പരിചയസമ്പത്തുള്ള ഒരു പ്ലെയറാണ്. പുറത്തും കളിച്ച് പരിചയസമ്പത്തുള്ള പ്ലെയറാണ്. ഈസി ഡിസിഷൻ മേ ബി അവരാരെങ്കിലും സ്റ്റാർട്ട് ചെയ്യിക്കാം എന്നുള്ളതാണ്. എന്നിട്ടും മനോളോ നെമിലിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പുള്ളി കണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും. ആൻഡ് ഇവൻച്വലി ഒരു 1-2 മത്സരങ്ങൾക്ക് ശേഷം ആ ഒരു ഗോള് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇത്ര മാത്രമാണ് ഈ മത്സരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. എന്തായാലും FC ഗോവയെ കുറിച്ചുള്ള നിങ്ങളുടെ ഇംപ്രഷൻ കമന്റ് ചെയ്യുക. അവർക്ക് ഈ സീസണിൽ എന്തായിരിക്കും ചാലഞ്ച്? അവർ ഈ സീസൺ മോഹൻ ബഗാനെയോ ഈസ്റ്റ് ബംഗാളിനെയോ ബംഗളൂരുവിനെയോ മുംബൈ സിറ്റിനെയോ ഒക്കെ പുഷ് ചെയ്യാനുള്ള ഒരു ടീം ഉണ്ടോ? ഓൺ പേപ്പർ ഐ തിങ്ക് സ്ക്വാഡ് ഇസ് റിയലി സ്ട്രോങ്. ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെങ്കിലും ഒരുമിച്ച് കളിച്ചൊരു സിങ്ക് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും അവരുടേതായ ക്വാളിറ്റി ഉണ്ട്. നല്ല യങ് ആണ്. ഭയങ്കര അടിപൊളി ഒരു കോച്ചും അവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടാവും അവർക്ക് ഈ ഒരു ഡിസ്റ്റൻസ് പോകാൻ പറ്റുമെന്ന്. ഒരു 13 മത്സരങ്ങളുള്ള ഒരു ലീഗിൽ അവർക്ക് ലീഗ് ടൈറ്റിൽ എന്തുകൊണ്ട് അടിച്ചുകൂടാ എന്ന് അവർ ഉറച്ച് വിശ്വസിക്കും. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്ലിനിക്കൽ നേച്ചർ അവർ കൊണ്ടുവരണം. ഇതുപോലെ ചാൻസുകൾ വേസ്റ്റ് ചെയ്താൽ ഏതെങ്കിലും ഒരു ബാഡ് ഡേ, അങ്ങനത്തെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞ പോലെ 13 മത്സരങ്ങളേ ഉള്ളൂ. അപ്പം ഏതെങ്കിലുമൊക്കെ മത്സരങ്ങൾ, ചില ദിവസങ്ങളിൽ ചില ടീമുകൾക്ക് കളിക്കാൻ പറ്റില്ല. അത് അങ്ങനെയാണ്. ഫുട്ബോളിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. എല്ലാവർക്കും ഒരു ബാഡ് ഡേ ഉണ്ട്. ആൻഡ് വി ആർ ഓൾ അലൗഡ് എ ബാഡ് ഡേ. എല്ലാ ടീമുകൾക്കും ഒരു മോശം ദിവസം വന്നേക്കാം. അങ്ങനത്തെ ദിവസങ്ങളിൽ അവർക്ക് ഇത്രയും ചാൻസുകൾ കിട്ടാൻ പോകുന്നില്ല. ഇത്രയും ചാൻസുകൾ അവർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പല മത്സരങ്ങളിലായിട്ട് അവർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം വരുമ്പോൾ അത് അവരെ ഹേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എൻ്റെ ഗോവയെ കുറിച്ചുള്ള ഇംപ്രഷൻ. ഇത് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഗോവയുടെ ഒരു മത്സരം കാണുന്നത്. ഇന്റർകാശിയുടെ ആ ഒരു മാച്ചിൽ ഞാൻ പൊതുവെ ഹൈലൈറ്റ്സ് ആണ് കണ്ടത്. ആ മാച്ച് അന്ന് 2 മത്സരങ്ങളുള്ളതുകൊണ്ട് കാണാൻ പറ്റിയിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഉണ്ടായിരുന്നല്ലോ. എന്തായാലും അതായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള സ്ട്രാറ്റജി. 2 മത്സരങ്ങളുള്ള, അതായത് വീക്കെൻഡ്, ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും 2 മത്സരങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ നമ്മൾ ഒരു മാച്ചേ കവർ ചെയ്യുള്ളൂ. കാരണം ഒരു മാച്ച് കവർ ചെയ്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും മറ്റേ മാച്ച് കഴിയും. പിന്നെ അതിരുന്ന് കാണാനും ജോലി എടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞായറാഴ്ച ഓബ്വിയസ്ലി ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയാണ്, അത് നമ്മൾ കവർ ചെയ്യും. നാളത്തെ കളി ഏത് കവർ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ആലോചിക്കുന്ന പഞ്ചാബിൻ്റെ കളി കവർ ചെയ്യാമെന്നാണ്, പഞ്ചാബ് ജംഷഡ്പൂർ. ബിക്കോസ് ഈസ്റ്റ് ബംഗാളും ഡൽഹിയും നമ്മൾ ഓൾറെഡി ഒരു കളി അവരെ കവർ ചെയ്തതാണ്. അപ്പം ഇതാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.